കോൺഗ്രസിൽ വീണ്ടും ഒറ്റപ്പെടുകയാണ് വി ഡി സതീശൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കാനുള്ള ശ്രമം പാളിയതോടെ വി ഡി സതീശൻ കോൺഗ്രസിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. എല്ലാ ഗ്രൂപ്പുകളും സതീശനെതിരെ രംഗത്ത് വരാൻ തുടങ്ങിയതോടെ കോൺഗ്രസിൽ പോര് കനക്കുകയാണ്. നേതൃമാറ്റ ചർച്ച കൊഴുപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ആണെന്ന ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിലെ വിവിധ ഘടകങ്ങളും വ്യക്തികളും സമൂഹ മാധ്യമങ്ങളും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലുള്ള മാധ്യമ പ്രവർത്തകനാണ് നേതൃമാറ്റം ഉണ്ടാകുമെന്ന ചർച്ചയ്ക്ക് തിരികൊളുത്തിയതെന്നതാണ് ആക്ഷേപം. നേതൃമാറ്റ ചർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന് അറിയാമെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇത് മുന്നറിയിപ്പാണെന്ന് തലസ്ഥാനത്തെ ഒരു പാർട്ടി മണ്ഡലം കമ്മിറ്റി ഫേസ്ബുക്കിൽ മുന്നറിയിപ്പും നൽകി. ഈ മുന്നറിയിപ്പ് വീണ്ടും പോരിനുള്ള സാധ്യതയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മുൻപ് സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ വി ഡി സതീശനാണ് എന്ന വാദം ശക്തമായിരുന്നു. അന്നും ഇതേ ചേരിപ്പോര് തുടങ്ങുകയും ചെയ്തു. വി ഡി സതീശൻ പക്ഷത്തു നിന്നുണ്ടായ ഈ നീക്കം സതീശന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്നും വിമർശിക്കപ്പെട്ടിരുന്നു. ഇതോടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും മുതിർന്ന നേതാക്കളും രംഗത്ത് വരികയും സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശശി തരൂർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരാണ് രംഗത്തെത്തിയത്. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം അസുഖബാധിതനാണെന്നും അദ്ദേഹത്തിന് വലിയ രീതിയിൽ പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുമായിരുന്നു ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല കെ സുധാകരന്റെ പ്രവർത്തന മികവിനെയും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് ഒരർത്ഥത്തിൽ സുധാകരനെതിരെ സതീശൻ പക്ഷം ഒരുമിക്കുന്നു, സതീശൻ പിന്നീട് ഒരു ക്യാപ്റ്റനാകാനുള്ള ശ്രമം നടത്തുന്നു എന്നെല്ലാം കണ്ടുകൊണ്ട് തന്നെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നത്. ആദ്യം K മുരളീധരൻ രംഗത്ത് വരുന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു, KC വേണുഗോപാൽ രംഗത്ത് വരുന്നു, ശശി തരൂരും രംഗത്ത് വരുന്നു. സുധാകരൻ തന്നെ തുടരണമെന്നും അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നും നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇത് സതീശനെ വല്ലാതെ തളർത്തിയിരുന്നു. സതീശൻ പക്ഷത്തെയും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിച്ചു. സതീശൻ കോൺഗ്രസിൽ മറ്റൊരു ക്യാപ്റ്റനാകാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. തുടർന്നായിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ചില നാടകങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. സതീശൻ ഒരു ക്യാപ്റ്റനായി മാറുകയാണെങ്കിൽ ബാക്കി എല്ലാ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മാറിപ്പോകുമോ അല്ലെങ്കിൽ സൈഡായി പോകുമോ എന്നുള്ള ഭയം ഏവർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആദ്യഘട്ട പോരിന് ശേഷം തരൂർ വിവാദം കത്തി നിൽക്കുമ്പോൾ വീണ്ടും സതീശൻ പക്ഷത്തു നിന്നും ഇതേ ശ്രമമുണ്ടായി. ശശി തരൂരിന്റെ ലേഖന വിവാദം മറയാക്കിയാണ് കെ സുധാകരനെ മാറ്റാൻ സതീശൻ നീക്കം നടത്തിയതെന്നും എന്നാൽ സുധാകരൻ തുടരണമെന്ന് വ്യക്തമാക്കി ശശി തരൂർ ആദ്യം രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K മുരളീധരനും സുധാകരനെ പിന്തുണയ്ക്കുകയായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സീറ്റ് ഉറപ്പിക്കാനായി സുധാകരൻ നടത്തിയ നീക്കവും അക്ഷരാർത്ഥത്തിൽ സുധാകരനെ തുണച്ചു. തരൂർ വിഷയത്തിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ ഇനിയൊരു പോരിലേക്ക് നീങ്ങരുത് എന്ന ശക്തമായ താക്കീതും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെ നേതാക്കൾ ഇനി പ്രവർത്തിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആകണമെന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി തമ്മിൽ തല്ലരുതെന്നും ശശി തരൂരിന്റെ വിഷയം വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ടോപ്പിക്കാക്കി മാറ്റരുതെന്നുമെല്ലാം തന്നെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വലിയ കെട്ടുറപ്പോട് കൂടിയായിരുന്നു കേരളത്തിലേക്ക് നേതാക്കളെല്ലാം തന്നെ മടങ്ങിയെത്തിയത് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ശ്രമവും ഉണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമം ആദ്യ ദിനം തന്നെ പാളി എന്നതിന് ഉദാഹരണമാണ് കോൺഗ്രസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നത്. ആ ലിസ്റ്റിൽ പലരും തള്ളപ്പെടുകയും പലരും പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്തു തന്നെയാണെങ്കിലും അതിനുശേഷം വീണ്ടും പോര് മുറുകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഇപ്പോൾ സുധാകരനും രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഐക്യവും പ്രവർത്തകരുടെ മനോവീര്യവും തകർക്കുന്ന നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായാൽ കർശനമായ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റായ K സുധാകരനും മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം AICCയുടെയും KPCCയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പല നീക്കങ്ങളും ഉണ്ടാകുന്നത്.